ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 76. ഇന്ന് ഷറഹ് എടുക്കുന്നില്ല. ഇന്ന് ഉസ്താദ് അൻവർ ഫൗഫറി ഹഫിളഹുല്ല അദ്ദേഹം ഈ ഭാഗത്തിന് എഴുതിയ കാവ്യാവിഷ്കാരം സഹിതമുള്ള ദർസ് ആണ്. ബാബ് 9ാമത്തെ ബാബ്, മാ ജാ ഫി ദബ്ഹി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്നത് സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യം. വ ഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനവും, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഖുൽ, നബിയെ പറയാ, ഇന്ന സ്വലാത്തി, നിശ്ചയം എൻ്റെ നമസ്കാരം, വ നുസുക്കി, എൻ്റെ ബലിയും അല്ലെങ്കിൽ മറ്റ് കർമ്മങ്ങളും, വ മഹ്യായ, എൻ്റെ ജീവിതവും, വ മമാത്തി, എൻ്റെ മരണവും, ലില്ലാഹി, അള്ളാഹുവിനുള്ളതാണ്, റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബ്, നാഥനായ, രക്ഷിതാവായ, ലോകരക്ഷിതാവായ, ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല, വ ബിദാലിക, അതുകൊണ്ട് അല്ലെങ്കിൽ ആ നിലപാട് കൊണ്ട്, ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ, മുസ്ലിങ്ങളിൽ പ്രഥമനാണ് എന്ന്. സൂറത്തുൽ അൻആം ആയത്ത് 162, 163. വഖൗലുഹു, അല്ലാഹു തആലയുടെ വചനം, വഖൗലിഹി ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, സൂറത്തുൽ കൗസർ ആയത്ത് 2. ഫസ്വല്ലി, അതിനാൽ താങ്കൾ നമസ്കരിക്കുക, സ്വല നിർവഹിക്കുക, ലിറബ്ബിക, താങ്കളുടെ റബ്ബിന്, വൻഹർ, താങ്കൾ ബലിയർപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ബലിയർപ്പിക്കുന്നത്, അറവ് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ അനുവദനീയമാവൂ എന്ന്. അൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാൽ, ഈ ഹദീസിൽ നിന്നുള്ള തെളിവ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അർബഇ കലിമാത്ത്, എന്നോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങൾ പറഞ്ഞു. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹി വലഅനല്ലാഹു മൻ ആവാ മുഹദിസൻ വലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി വലഅനല്ലാഹു മൻ ഗയ്യറൽ മനാർ. റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. ലഅനല്ലാഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവൻ. വലഅനല്ലാഹു, അള്ളാഹു ശപിച്ചിരിക്കുന്നു, മൻ ആവാ മുഹദിസൻ, ഒരു മുഹദിസിന് അഭയം നൽകിയ, മുഹദിസിന് അഭയം നൽകുക എന്ന് പറഞ്ഞാൽ 2 ആശയം കാണുന്നുണ്ട്. ഒന്ന്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കി അല്ലെങ്കിൽ ഫിത്ന ഉണ്ടാക്കി ഫസാദ് ഉണ്ടാക്കിയ ഒരാൾ, അള്ളാഹുവിനോടുള്ള ഹക്ക് അത് ലംഘിച്ച ആൾ, അയാൾക്ക് അഭയം നൽകി, അങ്ങനെയുള്ള ആൾക്ക് അഭയം നൽകിയ ആൾ, അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അങ്ങനെ അഭയം നൽകുക, അതാണ് അങ്ങനെ മുഹദ്ദിസിന് അഭയം നൽകുക എന്ന് പറഞ്ഞത്. ഇനി വേറൊരു ആശയമുള്ള, ദീനിൽ പുതുതായിട്ട് കടത്തിക്കൂട്ടി, മുഹദ്ദിസെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദീനിൽ പുതുതായിട്ട് കടത്തിക്കൂട്ടിയ അങ്ങനെയുള്ള ആൾക്ക് അഭയം നൽകുക, അയാളുടെ ബിദഅത്തിന് സംരക്ഷണം നൽകുക. അങ്ങനെ വലഅനല്ലാഹു, അള്ളാഹു ശപിച്ചിരിക്കുന്നു, മൻ ലഅന വാലിദൈഹി, അവൻ്റെ മാതാപിതാക്കളെ ശപിച്ചവന്. വലഅനല്ലാഹു, അള്ളാഹു ശപിച്ചിരിക്കുന്നു, മൻ ഗയ്യറൽ മനാറ, അതിർത്തികൾ മാറ്റം വരുത്തിയവൻ. അതായത് അതിർത്തി തോണ്ടുക, മറ്റുള്ളവരുടെ അതിർത്തി തോണ്ടുക, എന്നിട്ട് തൻ്റേതാക്കി മാറ്റുക, അങ്ങനെ. ഇനി മറ്റൊരു ഹദീസ്, വഅൻ ത്വാരിഖ് ബിൻ ശിഹാബ് അൻ സുലൈമാൻ ഖാല, ത്വാരിഖ് ബിൻ ശിഹാബ് എന്നവരിൽ നിന്നുള്ള ഒരു നിവേദനം, സുലൈമാൻ എന്നവർ പറയാണ്, ദഖല റജുലുൻ അൽ ജന്നത ഫീ ദുബാബ് വദഖല النار رجل في ذباب قالوا وكيف ذلك قال مر رجلان على قوم لهم صنم لا يجوزه أحد حتى يقرب له شيئا فقالوا لأحدهما قرب قال ليس عندي شيء فقالوا له قرب ولو ذبابا فقرب ذبابا فخلوا سبيله قال فدخل النار. فقالوا للآخر قرب ولو ذبابا قال ما كنت لأقرب لأحد شيئا دون الله عز وجل قال فضربوا عنقه قال فدخل الجنة. رواه أحمد. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസ് സുലൈമാൻ എന്നവരിൽ നിന്ന് മൗഖൂഫ് ആയ നിലക്ക്, അല്ലെങ്കിൽ അത് മുർസലായ നിലക്കാണ്, സ്വഹീഹാണ് എന്ന് പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ ദുർബലമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഏതായാലും ഇത് സ്വഹീഹാണെങ്കിൽ തന്നെ ഇതിൻ്റെ ആശയം സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും ചർച്ചകളൊക്കെ ഉണ്ട്. ആദ്യം അർത്ഥം നോക്കാം. ദഖല റജുലുൻ അൽ ജന്ന, ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു. ഫി ദുബാബിൻ, ഒരു ഈച്ചയുടെ വിഷയത്തിൽ ആ സ്വർഗത്തിൽ പ്രവേശിച്ചത്. വ ദഖലൻ നാറ, നരകത്തിലൊരു വ്യക്തി പ്രവേശിച്ചു. റജുലുൻ, ഒരു വ്യക്തി, ഫി ദുബാബിൻ, ഒരു ഈച്ചയുടെ വിഷയത്തിൽ. അപ്പോൾ ഒരു ഈച്ചയുടെ കാരണം കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു, ഒരാൾ നരകത്തിൽ പ്രവേശിച്ചു. കാലു, അപ്പോൾ സഹാബികൾ ചോദിച്ചു, കൈഫദാലിക്, അതെങ്ങനെ? കാല, അപ്പം നബി പറഞ്ഞു, മറ റജുലാനി അലാ ഖൗമിൻ ലഹും സനമുൻ, രണ്ട് വ്യക്തികൾ ഒരു ബിംബം ഉള്ള ഒരു ബിംബത്തെ പൂജിക്കുന്ന ഒരു സമുദായത്തിൻ്റെ അടുത്തൂടെ പാസ് ചെയ്തു. രണ്ട് വ്യക്തികൾ, രണ്ടാളുകൾ, ഒരു ബിംബം അവരുടെ അടുത്തുണ്ട്. ലാ യജൂസുഹു അഹദുൻ ഹത്താ യുഖർരിബ ലഹു ഷൈഅൻ, അപ്പോൾ അവരെ പാസ് ചെയ്യാൻ അവർ അനുവദിക്കൂല. ആ ബിംബത്തിന് വേണ്ടി എന്തെങ്കിലും ഖുർബാൻ അർപ്പിക്കാതെ അവർ പോകാൻ അനുവദിക്കൂല. ഖാലൂലി അഹദിഹിമ, ആ രണ്ട് വ്യക്തികളിൽ രണ്ടിലൊരാളോട് അവർ പറഞ്ഞു, ഖർരിബ്, ഈ ബിംബത്തിന് ഖുർബാൻ അർപ്പിക്കൂ, ബലി അർപ്പിക്കൂ എന്ന്. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൈസ ഇൻദി ഷൈഉൻ, എൻ്റെ അടുത്തൊന്നുമില്ല, എനിക്കത് അറക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് അത് എതിരാണെന്നല്ല പറഞ്ഞത്. ഫഖാലു ലഹു, അപ്പോൾ അദ്ദേഹത്തോട് അവർ പറഞ്ഞു, ഖർരിബ് വലൗ ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും ബലി അർപ്പിക്കൂ. ഫഖറബ ദുബാബൻ, അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഒരു ഈച്ചയെ ബലി അർപ്പിച്ചു ഈ ബിംബത്തിന്. ഫഖല്ലൗ സബീലഹു, അങ്ങനെ അപ്പോൾ അവരെന്ത് ചെയ്തു? അയാളെ പാസ് ചെയ്യാൻ അനുവദിച്ചു, പറഞ്ഞയച്ചു. കാല, ഹദീസ് റിപ്പോർട്ടർ പറയാണ്, ഫദഖലൻ നാർ, അല്ലെങ്കിൽ വിശ്വാസം പറയാണ്, അദ്ദേഹം നരകത്തിൽ പ്രവേശിച്ചു. വഖാലു ലിൽ ആഖർ, മറ്റൊരാളോട് പറഞ്ഞു, മറ്റേ ആളുണ്ടല്ലോ, അയാളോട് പറഞ്ഞു, ഖർരിബ് വലൗ ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും ബലി അർപ്പിക്കുമെന്ന് പറഞ്ഞു. കാല, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, മാ കുന്തു ലിയുഖർരിബ ലി അഹദിൻ, ഞാൻ ഒരാൾക്കും ഖുർബാൻ അർപ്പിക്കൂല, ബലി അർപ്പിക്കൂല, ഷൈഅൻ, ഒന്നും, ദൂന അല്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിനല്ലാതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു. കാല, ഹദീസ് റിപ്പോർട്ടർ പറയും, അല്ലെങ്കിൽ നബി പറഞ്ഞു, ഫളറബു ഉനഖഹു, അപ്പോൾ അവർ അയാളുടെ പിരടി വെട്ടി എന്ന് പറഞ്ഞാൽ വധിച്ചു. കാല, നബി പറയുന്നത്, ഫദഖലൽ ജന്ന, അങ്ങനെ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ വ്യക്തി നരകത്തിൽ പ്രവേശിച്ചത് ചില പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ കാണാം, ഇല്ലാമൻ ഉക്രിഹ ഖൽബുഹു എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തുണ്ടല്ലോ. അതായത് ഒരാൾക്ക് കുഫർ നിർബന്ധിക്കപ്പെട്ടു, ഒരാളോട് ബിംബത്തിനെ പൂജിക്കാൻ, ബിംബത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ, ബിംബത്തിന് പ്രണാമം അർപ്പിക്കാൻ നിർബന്ധിച്ചു. അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ജീവൻ പോകുമെന്ന നിലക്ക് അയാൾ അത് ചെയ്താൽ, അയാളുടെ മനസ്സിൽ വിശ്വാസമില്ലാതെ ചെയ്താൽ അയാൾ മുസ്ലിം തന്നെയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല അത് ഖുർആൻ്റെ ആശയം അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിർബന്ധിത സാഹചര്യത്തിലല്ല ഇയാൾ ചെയ്തത്, അപ്പോൾ എങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിക്കും എന്നൊരു ചോദ്യമുണ്ട്. അതിന് ചില പണ്ഡിതന്മാർ പറയുന്ന ഉത്തരം ഈ ഹദീസ് സ്വഹീഹ് അല്ല എന്നതാണ്. ചിലർ ഇത് സ്വഹീഹ് ആയേക്കാം, പക്ഷേ സ്വഹീഹാണ് എന്ന നിലയ്ക്ക് ഇതിനെ വിശദീകരിച്ചവരുണ്ട്. അവർ പറയുന്നത് ഇത് അയാളുടെ മനസ്സിലും ആ വിശ്വാസം ഉണ്ടായിരുന്നു, അയാൾ ശക്തമായി അതിനെതിരായിരുന്നില്ല. അയാൾ എന്താ പറഞ്ഞത്? എനിക്ക് പറ്റില്ല എന്നോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് എതിരാണെന്നൊന്നും പറഞ്ഞില്ല. അയാളുടെ അതൊരു വിഷയമല്ല, അയാൾ പറഞ്ഞ എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് മാത്രമാണ്. അപ്പോൾ അയാൾ മനസ്സിൽ വിശ്വാസത്തോടു കൂടിയാണ് അത് ചെയ്തത്. അതല്ലെങ്കിൽ മനസ്സിൽ അയാൾക്കതൊരു വിഷയം തോന്നിയില്ല, അതൊരു ഗൗരവമായി അയാൾ എടുത്തില്ല എന്നതൊക്കെയാണ് ഇതിൻ്റെ വിശദീകരണമായിട്ട് പറയുന്നത്. പിന്നെ അതേപോലെ ഇത് മുൻകാല സമൂഹത്തിൽ നടന്നതാണ്, അപ്പോൾ അവരുടെ ശരീരത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നും അങ്ങനെയുള്ള പല വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഇനി നമുക്ക് കിതാബിലേക്ക് തന്നെ വേണം. ഫിഹി മസായിൽ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയണം, ഇതിൽ ചില മസ്അലകൾ ഉണ്ട്. ഒന്നാമത്തെ തഫ്സീർ ഇന്ന സ്വലാത്തി വനുസുക്കി എന്നതിൻ്റെ തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ ഫസ്വല്ലി ലിറബ്ബിക് വൻഹർ, ലിറബ്ബിക വൻഹർ, അതിൻ്റെ തഫ്സീർ. മൂന്നാമത്തെ അൽ ബിദാഅത്തു ബിലഅനതി മൻ ദബഹ ബിഗൈരില്ലാഹ്. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത് തുടങ്ങിയത് എന്താണ്? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി അർപ്പിച്ചവർ അല്ലെങ്കിൽ അറുത്തവർ എന്നതാണ്. അവരെയാണ് അള്ളാഹു ശപിച്ചതായിട്ട് ആദ്യം പറഞ്ഞത്. അറാബിയ 4ാമത്തെ പോയിന്റ് ലഅനമൻ ലഅന വാലിദൈഹി, തൻ്റെ മാതാപിതാക്കളെ ശപിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വമിൻഹു അൻ തൽഅന വാലിദൈ റജുലി ഫയൽഅനു വാലിദൈക,
വമിൻഹു അൻ തൽഅന വാലിദൈ റജുലി ഫയൽഅനു വാലിദൈക. അതിൽപ്പെട്ടത് തന്നെയാണ് നീ വേറെ ഒരാളുടെ മാതാപിതാക്കളെ എന്ത് ചെയ്യുക, ശപിക്കുന്നു. അപ്പോൾ അയാൾ നിൻ്റെ മാതാപിതാക്കളെ ശപിക്കുന്നു, അതും നീ നിൻ്റെ മാതാപിതാക്കളെ ശപിക്കുന്നതിന് തുല്യമാകും. കാരണം എന്താ, നിൻ്റെ മാതാപിതാക്കളെ നീ നേർക്ക് നേരെ ശപിക്കുന്നില്ലെങ്കിലും നീ മറ്റൊരുത്തൻ്റെ മാതാപിതാക്കളെ ശപിച്ചതാണ് അവൻ നിൻ്റെ മാതാപിതാക്കളെ ശപിക്കാൻ കാരണം. അങ്ങനെ ശപിക്കാൻ പാടില്ല. ഒരാളിപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ശപിച്ചാൽ പോലും നമ്മൾ തിരിച്ച് ശപിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഒരാൾ ചെയ്താൽ ആദ്യം ശപിച്ച ആളുണ്ടല്ലോ, അയാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നതിന് കാരണമായതുകൊണ്ട് അയാൾ സ്വന്തം മാതാപിതാക്കളെ ശപിച്ചത് പോലെയാണ് എന്നതാണ്. അൽഹാമിസ്, അഞ്ചാമത്തെ, ലഅനമൻ ആവാ മുഹദസൻ അല്ലെങ്കിൽ മുഹദിസൻ, ഒരു മുഹദിസിന് അല്ലെങ്കിൽ മുഹദസിന് അഭയം നൽകിയവൻ. വഹു അർറജുലു യുഹദ്ദിസു ഷൈഅൻ യജിബു ഫീഹി ഹഖുല്ലാഹ് ഫയൽതജിഉ ഇലാ മൻ യുജീറുഹു മിൻ ദാലിക്. അതായത് അയാൾ ഒരു വേണ്ട പ്രവൃത്തി ചെയ്തു, എന്നിട്ട് അയാൾ ഒരു അഭയം തേടാണ്, അള്ളാഹുവിൻ്റെ ഹക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ അയാളൊരു വേണ്ട പ്രവൃത്തി ചെയ്തത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്കൊരു അഭയം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത വ്യക്തി എന്നർത്ഥം. അസാദിസ്, ആറാമത്തെ, ലഅനമൻ വയ്യറ മനാറിൽ അർദി, ഭൂമിയുടെ അതിരുകൾ അത് മാറ്റം വരുത്തിയവൻ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വഹിയ അൽ മറാസിമുല്ലത്തി തുഫർരിഖു ബൈന ഹഖിക വ ഹഖി ജാരിക്, നിൻ്റെ അയൽക്കാരൻ്റെയും ഹക്ക് തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി പോയിന്റ് ആണ് അത്, രേഖകൾ. ഫതഗയ്യറഹ, അതിനെ നീ മാറ്റം വരുത്തി, എന്നിട്ട് ബി തഖദീമിൻ ഔ തഅഖീർ, മുന്തിച്ചോ പിന്തിച്ചോ ഒക്കെ. അസാബിയ, ഏഴാമത്തത്, അൽ ഫർഖു ബൈന ലഅനിൽ മുഅയ്യനി വ ലഅനി അഹ്ലിൽ മആസി അലാ സബീലിൽ ഉമൂം, ഒരു നിശ്ചിത ആളെ ശപിക്കുക എന്നതും പാപത്തിൻ്റെ ആളുകളെ, മാസിയുടെ ആളുകളെ മൊത്തത്തിൽ ശപിക്കുക എന്നതും തമ്മിലുള്ള വ്യത്യാസം. അസാമിനെ, എട്ടാമത്തെ, ഹാദിഹിൽ ഖിസ്സത്തു അൽ അലീമത്തു വഹിയ ഖിസ്സത്തു ദുബാബ്, ഇത് ദുബാബുമായി ബന്ധപ്പെട്ട ഈച്ച ആണ് ഇവിടെ വിഷയം. പക്ഷേ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചു എന്നതാണ് അതുകൊണ്ട് അതിൻ്റെ ആ ഗൗരവം പറയണം. അത്താസിയ, ഒമ്പതാമത്തെ, കൗനുഹു ദഖലൻ നാറ ബിസബബി ദാലിക ദുബാബി അല്ലദീ ലം യഖ്സുദു, ഉദ്ദേശിക്കാത്ത ആ ദുബാബിൻ്റെ കാരണം ആണ് നരകത്തിൽ പ്രവേശിച്ചത് എന്നാണ്. അപ്പോൾ ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നത് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടില്ല, അത് മനസ്സിലുദ്ദേശിച്ചിട്ടില്ല. ബൽ ഫഅലഹു തഹല്ലുസൻ മിൻ ശർരിഹിം, അവരുടെ തിന്മയിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അയാൾ അതിനെ അർത്ഥത്, എന്നിട്ടും അയാൾ നരകത്തിൽ പ്രവേശിച്ചു എന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് ഖുർആൻ നസ്വിന്, ഈ വീക്ഷണപ്രകാരമാണ് ഇത് ഖുർആൻ നസ്വിനെതിരാകും എന്ന് പറയുന്നത്. പക്ഷേ അത് അവരുടെ ശരീരത്തിൽ അങ്ങനെ ആയിരിക്കാമെന്ന വീക്ഷണം ഉണ്ട്. അൽ ആശറ, പത്താമത്തെ, മഅരിഫത്തു ഖദ്രി ശിർക്കി ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഷിർക്കിൻ്റെ ഖദ്ർ അത് അറിയുക എന്നത്. കൈഫ സ്വബറ ദാലിക അലൽ ഖത്ലി, ആ വ്യക്തി ഉണ്ടല്ലോ, ഒരു വ്യക്തി സത്യവിശ്വാസിയായ ആ വ്യക്തി ആ വധത്തിൽ എന്ത് ചെയ്തു, ക്ഷമിച്ചു. വലം യുവാഫിഖുഹും അലാ തലബത്തിഹിം, അവർ പറഞ്ഞ് ആവശ്യപ്പെട്ട കാര്യം അയാളത് ചെയ്തില്ല, അതിനോട് യോജിച്ചില്ല. മാ കൗനിഹിം ലം യത്ലുബു ഇല്ലൽ അമൽ ളാഹിർ, പ്രത്യക്ഷമായ പ്രവൃത്തി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, തേടിയിട്ടുള്ളൂ, ജസ്റ്റ് അറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ, എന്നിട്ടും ആ ബിംബത്തിന് അയാൾ അർപ്പിച്ചില്ല. അപ്പോൾ ഷിർക്കിൻ്റെ ഒരു ഗൗരവം അയാൾക്ക് അറിയാം, അതുകൊണ്ടാണ് അയാൾ ചെയ്യരുത്. അൽ ഹാദി അഷറ, 11ാമത്തെ, അന്നല്ലദീ ദഖലൻ നാറ മുസ്ലിമുൻ, നരകത്തിൽ പ്രവേശിച്ച വ്യക്തി മുസ്ലിമാണ് എന്നതാണ്. ലിഅന്നഹു ലൗ കാന കാഫിറൻ ലം യഖുൽ ദഖലൻ നാറ ഫി ദുബാബ്, കാഫിറായിരുന്നുവെങ്കിൽ ദുബാബിൻ്റെ വിഷയത്തിൽ അയാൾ നരകത്തിൽ പ്രവേശിച്ചു എന്ന് പറയില്ലായിരുന്നു, അയാൾ ഷിർക്കിൻ്റെ വിഷയത്തിൽ എന്ന് പറയുമായിരുന്നു എന്നായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ മുസ്ലിം തന്നെയാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തിയുടെ തോതിന് ശിക്ഷ അനുഭവിച്ച ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നതായിരിക്കാം ഒരുപക്ഷെ വീക്ഷണം, അല്ലാഹു ആലം. ഏതായാലും ഇതിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അസാനി അഷറ, 12ാമത്തെ പോയി, ഫി ഷാഹിദുൽ ലിൽ ഹദീസ് സ്വഹീഹ്, സ്വഹീഹായ ഹദീസിന് സാക്ഷ്യം ഈ ഹദീസിലുണ്ട്. അൽ ജന്നത്തു അഖറബു ഇലാ അഹദിക്കും മിൻ ഷിറാക്കിൻ അലൈഹി വന്നാറു മിസ്ലു ദാലിക്, അതായത് സ്വർഗം എന്നത് നിങ്ങളൊരുത്തൻ്റെ ചെരുപ്പിൻ്റെ വാറിനോളം അടുത്തതാണ്, നരകവും അപ്രകാരം തന്നെ. അപ്പോൾ നരകത്തിലേക്ക് പോവാൻ ചിലപ്പോൾ നമ്മൾ വളരെ അടുക്കും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിലേക്കും അപ്രകാരം തന്നെയെന്ന്. അസാലിസ അഷറ, 13ാമത്തെ പോയിന്റ്, മഅരിഫത്ത് അന്ന അമലൽ ഖൽബി ഹുവൽ മഖ്സൂദുൽ ആളം,
ഖൽബിൻ്റെ അമലാണ് ഉദ്ദേശിക്കപ്പെടുന്ന ഏറ്റവും മഹത്തായ കാര്യം. ഹത്താ ഇൻദ അബദത്തിൽ അവസാൻ, ബിംബ ആരാധകരുടെ അടുത്ത് കൂടും. ഇനി അൻവർ ഫദ്ഫരി, ഉസ്താദ് അൻവർ ഫദ്ഫരി ഈ ഭാഗം കവിതയാക്കിയത് കാണാം. ഇന്നാ സ്വലാത്തി ജാഅ ഫിൽ അൻആമി വസല്ലി വൻഹർ ഖുൽ ഇലാ തമാമി وعن علي حدث النبي بأربع لعنا بها هاري لعنا لذابه لغير الله ثم لعنا لمن يلعن والديه لعنا لمن آوى إليه محدثا لعنا معايرا منارا أحدثا وطارق يروي عن النبي قصة شخصين فخذ أخيا ആയിരിക്കും. قرب واحد ذبابا لصنم لما أبوا بدونه أن ينصرم خلوا سبيله ولكن قد دخل نارا بذاك العمل الذي فعل صاحبه لما أبى ذاك قتل فكان في الجنة من ذاك دخل إن صلاتي ونسكي എന്ന് തുടങ്ങുന്ന ആയത്ത് ഖദ് ജാഅ ഫിൽ അൻആമിൽ വന്നതാണ്. അതേമാതിരി സൊല്ലി അൻഹർ എന്നൊക്കെ അത് പൂർണ്ണമായ രൂപത്തിൽ ഫസല്ലി ലറബ്ബിക വൻഹർ എന്ന് നീ ഓതു. അത് ആയത്ത് അർത്ഥം. വാൻ അലി റളിയല്ലാഹു അൻഹു ഹദ്ദസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ബി അർബഇൻ, 4 കാര്യങ്ങൾ, ലഅന ബിഹ, അത് കൊണ്ട് ശപിച്ചിരിക്കുന്നു, ഹരീൻ, അത് സൂട്ടബിൾ, അനുയോജ്യമാണ്. ലഅന ലി ദാബിഹിൻ ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥൻ ശപിച്ചിരിക്കുന്നു. അള്ളാഹു ലഅന ലിമൻ യൽഅനു വാലിദൈഹി, അവൻ്റെ മാതാപിതാക്കൾ ശപിച്ചിരിക്കുന്നു. അള്ളാഹു ലഅന ലിമൻ ആവാ ഇലൈഹി മുഹദസിന് അല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കുന്നവന്, അഭയം നൽകുന്നവനെ ശപിച്ചിരിക്കുന്നു. ലഅന മുആയിറൻ മനാറൻ അഹദസ, അതിർത്തിയിൽ മാറ്റം വരുത്തുന്നവന് ശപിച്ചിരിക്കുന്നു. വത്വാരിഖുൻ യർവി അൻ നബി, ത്വാരിഖ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഖിസ്സത ശഖ്സൈനി ഫഖുദ് അഖി ഉഖയ്യി, എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ കേൾക്കൂ, സ്വീകരിക്കൂ, ശ്രദ്ധിക്കൂ. എന്ത്? 2 വ്യക്തികളുടെ കഥ, ചരിത്രം. ഖറബ വാഹിദുൻ ദുബാബൻ ലിസനം, ബിംബത്തിന് വേണ്ടി ഒരാൾ എന്ത് ചെയ്തു? ദുബാബിന്, ഈച്ചയെ ബലിയർപ്പിച്ചു. ലമ്മ അബൗ ബിദൂനിഹി അയ്യൻസരിൻ, എപ്പോൾ ആ കൗമ് ബിംബാരാധകരായ വിഭാഗം ഇയാളെ പോകാൻ, അതുകൂടാതെ അങ്ങനെ ബലിയർപ്പിക്കാതെ പോകാൻ, അവിടുന്ന് പോകാൻ, പാസ് ചെയ്യാൻ അനുവദിക്കാത്തത് കാരണം, വിസമ്മതിച്ചത് കാരണം. ഖല്ലു സബീലഹു, അയാളുടെ വഴി അയാളെ പറഞ്ഞു വിട്ടു, അയാളെ പോകാൻ അനുവദിച്ചു ഈ ബലി അർത്ഥപ്പോൾ. വലാക്കിൻ ഖദ് ദഖൽ, പക്ഷേ അയാൾ പ്രവേശിച്ചു നാറൻ, നരകത്തിൽ. ബിദാക്കൽ അമലില്ലദീ ഫഅൽ, അയാൾ പ്രവർത്തിച്ച ആ കർമ്മം കാരണം. സ്വാഹിബുഹു എന്ന അയാളുടെ കൂട്ടുകാരൻ, ലമ്മാ അബാദാലിക്ക ദാക്ക ഖുതിൽ, ആ ബലി അർപ്പിക്കാൻ അള്ളാഹു അല്ലാത്ത ഇതിന്, അതായത് ബിംബത്തിന് ബലി അർപ്പിക്കാൻ വിസമ്മതിച്ചത് കാരണം കൊല്ലപ്പെട്ടു. ഫക്കാന ഫിൽ ജന്ന മിൻ ദാക ദഖൽ, എന്നാൽ അതിനാൽ അയാൾ എന്ത് ചെയ്തു? സ്വർഗത്തിൽ പ്രവേശിച്ചു. ഫീഹി മസായിൽ, ഇതിൽ ചില മസാലകളുണ്ട്. പറയും തഫ്സീറു ഖുൽ ഇന്ന സ്വലാത്തി വകദാ തഫ്സീറു ഖൗലിഹി ഫസല്ലി ഫഖുദാ ബദഅ ബിൽഅനതില്ലദീ ഖദ് ദബഹ لغير ربه العلي مفصحا ولعنا من لوالديه لعنا ومنه لعن والدي شخص عنا ولعن من آوى إليه محدثا ما فيه حق الله ذاك أحدثا فيلتجئ لمن يجير هكذا لنا معيرا منارا يهتدى وهي المراسيم التي تفرق بين حقوق الأرض ثم تخرق الفرق بين لعنة لشخص
وبين العين الجمع ممن يوصي وقصة الذباب فانظر قد دخل ذا الشخص نارا دون قصد ما فعل معرفة بقدر شرك في قلوب المؤمنين ذاك لما قتلوا يصبر بالقتل ولم يطالبوا إلا بفعل ظاهر يقرب إن الذي دخل نارا مسلم وفي ذباب منه هذا يفهم قد جاء في الصحيح أن الجنة أقرب من شراكه بالمنة والنار مثله وفي ذي القصة شاهد ذا الحديث إن تثبت معرفة بأن فعل القلب عظام حتى عند أهل الحرب.